പ്രൈസ് ലോർഡ്. ബൈബിൾ കോൺട്രഡിക്ഷൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിൽ 187 വരെ ഉള്ളതാണ് ഇതുവരെയും വിശദീകരിച്ച്. ഇനി 188 മുതലുള്ളതാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഈ 188 മുതലുള്ളതെല്ലാം പുതിയ നിയമത്തിൽ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു റിമാർക്ക് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. ഫോളോയിങ് ആർ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫ്രം ന്യൂ ടെസ്റ്റമെന്റ് ഓൺലി. The errors in the New Testament are mainly regarding genealogy. Matthew 1 and Luke 3 have this problem. This may be because Matthew and Luke are not educated like Paul. Paul advises believers not to argue regarding these errors in genealogy. 1 Timothy 1:4 and Titus 3:9. Refer 179 also. 179 വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നെ 188 നമുക്ക് തുടങ്ങാം. Zechariah 11:12-13 mentions 30 pieces and could possibly be thought to be connected with the potter's field prophecy referred to in Matthew. Matthew 27:9, Jeremiah is given as the source of the prophecy regarding the purchase of the potter's field. There is no such prophecy in Jeremiah. ഈ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. അത് നമുക്ക് നോക്കാം. അതിൻ്റെ റിമാർക്ക് എഴുതിയിരിക്കുന്നത് Zechariah 11:12-13 is reasonable. ഈ പറഞ്ഞിരിക്കുന്ന വ്യത്യാസം കറക്റ്റ് തന്നെയാണ്. The problem is in the place of the name Zechariah, the name Jeremiah was written by Matthew. This is an error in copying. Jeremiah എന്ന് എഴുതിയ സ്ഥലത്ത് Zechariah എന്ന് എഴുതേണ്ടതായിരുന്നു. അത് ഒരു കുഴപ്പം തന്നെയാണ്. പിന്നെ അതിന്റെ വചനമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 189 Matthew 1:6-7, the lineage of Jesus is traced through David's son Solomon. Luke 3:23-31, it is traced through David's son Nathan. Note some apologists assert that Luke traces the lineage through Mary. That this is untrue is obvious from the context, since Luke and Matthew both clearly state that ജോസഫ് വാസ് ജീസസ് ഫാദർ. അത് തെറ്റാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലൂക്കും മാത്യുവും ഒരേപോലെ ജോസഫ് ജീസസിന്റെ ഫാദർ ആയിരുന്നു, രണ്ടിലും ഒരേപോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് മേരിയുടെ ജീനിയോളജി ലൂക്കിൽ പറഞ്ഞേക്കുന്നത് തെറ്റാണെന്നാണ് ഇവിടെ സമർത്ഥിക്കാൻ നോക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ദി കമന്റ് ബിലോ 192 അത് എഴുതിയിരിക്കുന്നത്, ലൂക്ക് ഡസ് നോട്ട് സേ ഹേലി ബിഗേറ്റ് ജോസഫ്, സിൻസ് ആസ് നോട്ടഡ് ഇൻ മാത്യു ജോസഫ്സ് ബയോളജിക്കൽ ഫാദർ വാസ് ജേക്കബ്. ജോസഫ് വാസ് ദ സൺ, ആക്ച്വലി സൺ ഇൻ ലോ ഓഫ് Heli according to Rob. This cannot be considered as an error because in those times women were known under husband's name and son-in-law was called as son. ലൂക്കിൽ എഴുതിയിരിക്കുന്നത് മറിയയുടെ ജീനിയോളജി തന്നെയാണ്. Matthew 1:16, and Jacob begat Joseph, the husband of Mary, of whom was born Jesus, who is called Christ. അതായത് ജേക്കബാണ് ജോസഫിന്റെ ഫാദർ. ബിഗാറ്റ് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു എന്നാണ് അർത്ഥം. മാത്യു വളരെ കറക്റ്റ്. അപ്പം ലൂക്കിൽ എന്താ പറഞ്ഞേക്കെന്ന് നോക്കാം. Luke 3:23, and Jesus himself began to be about 30 years of age, being the son of Joseph, which was the son of Heli. ഇവിടുത്തെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേലി ബിഗേറ്റ് ജോസഫ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല, സൺ ആയിരുന്നു എന്നാണ്. സൺ എന്ന് പറയുന്നത് സൺ ഇൻ ലോ എന്ന് എഴുതേണ്ടതായിരുന്നു. അന്ന് കാലത്ത് സൺ ഇൻ ലോന് ഒക്കെ സണ്ണ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഴപ്പം വന്നിരിക്കുന്നത്. ഈ ജീനിയോളജിയിൽ തെറ്റൊന്നുമില്ല. മാത്യുവിൻ്റേത് ജോസഫിൻ്റെ, അതുപോലെ തന്നെ ലൂക്കിൻ്റേത് മറിയയുടെ ജീനിയോളജിയും തന്നെയാണ്. അതാണ് ഇതിനുള്ള എക്സ്പ്ലനേഷൻ. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല ഇവിടെ. പിന്നെ 190 ആണ് ഇനി എടുക്കണം. Matthew 1:8, 2 Kings 8:25, 15:32, Jotham is the grandson of Joram. 2 Chronicles 3:11-13 list 3 more generations between Jotham and Joram. ഇത് യഥാർത്ഥത്തിൽ ഒരു കോപ്പിയിങ് എററാണ്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് എടുത്തപ്പോൾ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണത്. 191 ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ മതി. അത് കോപ്പിയിങ് എറർ വന്നിരിക്കുന്നതാണ്. പിന്നെ 192 നമ്മൾ നേരത്തെ നമ്മൾ വായിച്ചതാണ്, അപ്പോൾ അതിനി വായിക്കുന്നില്ല. പിന്നെ 193 അതും ഇതുപോലെ തന്നെ കോപ്പിയിങ് എററാണ്, അത് ഞാൻ ഇനി വായിക്കുന്നില്ല. പിന്നെ 194 Matthew 1:18-21, the annunciation occurred after Mary had conceived Jesus. Luke 1:26-31, it occurred ബിഫോർ കൺസെപ്ഷൻ. ഇവിടെ എന്താണ് ഈ കോൺട്രഡിക്ഷൻ എന്നുള്ളത് ഇതിൽ പറയുന്നില്ല. പിന്നെ ആൻസർ നമ്മൾ വായിക്കാം. മാത്യു എക്സ്പ്ലെയിനിങ് ദ ഡ്രീം ഓഫ് ടു ജോസഫ് ആഫ്റ്റർ മേരീസ് കൺസെപ്ഷൻ ആൻഡ് ലൂക്ക് എക്സ്പ്ലെയിൻ ദ വിഷൻ ടു മേരി ബിഫോർ കൺസെപ്ഷൻ. ഹിയർ ദർ ഇസ് നോ കോൺട്രഡിക്ഷൻ. മാത്യുവിൽ പറയുന്നത് ജോസഫിന് ദൈവം കൊടുത്ത ഡ്രീമാണ്, മേരി ഗർഭിണിയായതിനു ശേഷമാണ് അത് സംഭവിച്ചത്. അതേസമയം ലൂക്കിൽ
മേരി ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുന്നുള്ള ഒരു വിഷനാണ് മേരിക്ക് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള കോൺട്രഡിക്ഷനും ഇല്ല. നമുക്കൊന്ന് വായിക്കാം. മാത്യു 1:18-21. Now the birth of Jesus Christ was on this wise, when as his mother Mary was espoused to Joseph, before they came together, she was found with the child of the Holy Ghost. While he thought on these things, behold, the angel of the Lord appeared unto him in a dream, saying, Joseph, thou son of David, fear not to take unto thee Mary thy wife, for that which is conceived in her is of the Holy Ghost. And he shall bring forth a son, and thou shalt call him his name Jesus, for he shall save his people from their sins. മറിയ ഗർഭിണിയായതിനു ശേഷമാണ് യോസഫിന് സ്വപ്നത്തിലൊരു ദർശനം കൊടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. മാത്യുവിൽ അതാ പറയുന്നത്. അതേസമയം ലൂക്കിൽ എന്താ പറയുന്നത്? ആൻഡ് ഇൻ ദ 6th month the angel Gabriel was sent from God unto a city of Galilee named Nazareth, to a virgin espoused to a man whose name was Joseph, of the house of David, and the virgin's name was Mary. And the angel came unto her and said, Hail, thou that art highly favored, the Lord is with thee. Blessed art thou among women. And when she saw him, she was troubled at his saying, and cast in her mind what manner of salutation this should be. And the angel said unto her, Fear not, Mary, thou hast found favor with God. And behold, thou shalt conceive in thy womb, and bring forth a son, and shall call his name Jesus. He shall be great, and shall be called the Son of the Highest. And the Lord God shall give unto him the throne of his father David. അതായത് ഇതില് നീ ഒരു യേശു എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ നീ ഗർഭിണിയാകുമെന്നാ പറയുന്നത്. ഈ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൂതൻ മേരിയോട് പറഞ്ഞു. പിന്നെ 195 Matthew 2:13-16. Following the birth of Jesus, Joseph and Mary flee to Egypt, where they stay until after Herod's death, in order to avoid the murder of their firstborn by Herod. Herod slaughters all male infants 2 years old and under. Not John the Baptist, Jesus' cousin, though under 2, he somehow spared without fleeing to Egypt. Luke 2:20-40. Following the birth of Jesus, Joseph and Mary remain in the area of Jerusalem for the presentation, about 40 days, and then return to Nazareth without even ever going to Egypt. There is no slaughter of the infants. ഇപ്പം ഇവിടെ പറയുന്നത് യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം ജോസഫും മേരിയും കൂടി ഈജിപ്തിലേക്ക് മാറിപ്പോയതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് യേശുക്രിസ്തുവിനേക്കാൾ 6 മാസം മൂത്തതാണ്. 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊല്ലാൻ ഹെരോദസ് ഓർഡർ ഇട്ട സ്ഥിതിക്ക് സ്നാപയോഹന്നാനെയും കൂടി കൊല്ലേണ്ടതായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയല്ല പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോസഫും മേരിയും ജനിച്ച ഉടനെ കൊച്ചിനെയും കൊണ്ട് ജെറുസലേമിൽ തന്നെ ആയിരുന്നു 40 ദിവസം വരെ. അവിടെ ഈജിപ്തിലൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ കൊന്നിട്ടില്ല എന്നാണ് പറയുന്നത്. 2 വയസ്സാകണമല്ലോ, 2 വയസ്സിനുള്ളിലുള്ള കുട്ടികളെ കൊന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരെയും കൂടി കൊല്ലണമല്ലോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഒരു ശരിയായില്ലാത്തൊരു ചോദ്യമാണ്. The time period after Jesus' birth until Herod's death need to be studied in detail. It was not immediately after Jesus' birth that Herod ordered to kill infants 2 years old and under. When the wise men who came to Herod, he understood that the child is almost a year old. He therefore ordered to kill all boys 2 years and under, so that Jesus must be slaughtered definitely. It was from the time of Herod's order, 1 year after Jesus' birth, Joseph and Mary with Jesus went to different places. John the Baptist was older, closer to years than Jesus. This might be the reason why he was spared. In 196, Matthew 2:23, and he went and lived in a town called Nazareth. So was fulfilled what was said through the prophets. He will be called Nazarene. This prophecy is not found in the Old Testament, and while Jesus is often referred to as Jesus of Nazareth, he is seldom referred to as Jesus the Nazarene. പഴയ നിയമത്തിൽ നസറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജീസസ് ഓഫ് നസറത്ത് എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അനുസരണത്തിൽ Nazareth is a place in Israel, but it is not written in the same way in Old Testament books in connection with Jesus.
There can be other books in which this information is specifically available, not added with the current Old Testament books. അതായത് വേറെ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ബുക്ക് ഓഫ് ജാഷർ, നമ്മുടെ ശൂരന്മാരുടെ പുസ്തകം എന്നൊരു പുസ്തകം ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ ബൈബിളിൽ അങ്ങനെ പുസ്തകം ആഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വിട്ടുപോയതുണ്ട്. അതിൽ പെട്ടതാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കുള്ള പുസ്തകങ്ങൾ ഈ ബൈബിളിലൊപ്പമുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അതും കൂടാതെ വേറെയും പുസ്തകങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 197, ദ ഹെവൻലി വോയിസ് അഡ്രസ്ഡ് ടു ദ ക്രൗഡ്, ദിസ് ഈസ് മൈ ബിലോഡ് സൺ. മാർക്ക് 1:11, ലൂക്ക് 3:22, ദ വോയിസ് അഡ്രസ്ഡ് ജീസസ്, യു ആർ മൈ ബിലോഡ് സൺ. ഒരു സൗണ്ട് ഇതെന്റെ പ്രിയപുത്രനാവുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് പറയുന്നത് നീ എൻ്റെ പ്രിയപുത്രനാവുന്നു എന്ന് യേശുക്രിസ്തുവിനോട് പറയുന്നു. ഇപ്പൊ ഇതെന്താ എങ്ങനെ വന്നേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ബോത്ത് ദ വോയിസസ് വെർ ഹേർഡ്. സം വിറ്റ്നസസ് ഹേർഡ് ദ ഫസ്റ്റ് വോയിസ്, ബട്ട് ദ സെക്കൻഡ് വോയിസ് വാസ് ഇന്റൻഡഡ് ഫോർ ജീസസ്. അതേഴ്സ് ഓൾസോ മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് വോയിസ്. ദർ ഇസ് നോ കൺഫ്യൂഷൻ ഹിയർ. രണ്ട് വോയിസും ഉണ്ടായി, രണ്ട് ശബ്ദങ്ങളും കേട്ടവരുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ശബ്ദം അത് യേശുക്രിസ്തുവിനോടുള്ള മാത്രമായിരുന്നു. അപ്പൊ അത് മറ്റുള്ളവർ കേട്ടോ ഇല്ലേന്ന് ഇവിടെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ല. 198, മാത്യു 4:1-11, മാർക്ക് 1:12-13. Immediately following this baptism, Jesus spent 40 days in the wilderness, resisting temptation by the devil. John 2:1-11. 3 days after the baptism, Jesus was at the wedding in Cana. ഇത് എന്തുകൊണ്ട് എങ്ങനെ വന്നേ എന്നുള്ളതാണ്. ജോൺ ഹാസ് മിസ്ഡ് മെൻഷനിങ് ജീസസ് ഫാസ്റ്റിംഗ് ആഫ്റ്റർ ബാപ്റ്റിസം ഇൻ ഹിസ് ഫസ്റ്റ് ചാപ്റ്റർ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഉപവസിച്ച കാര്യത്തെപ്പറ്റി എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. യോഹന്നാന്റെ പല എഴുത്തുകളിൽ ഇങ്ങനെ ഒരു ഓർമ്മക്കുറവുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഇവിടെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. തേർഡ് ഡേ എന്ന് ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് 40 ദിവസത്തെ ഫാസ്റ്റിങ്ങിന് ശേഷമാണ്. പക്ഷെ അതവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. Hence there is no contradiction. ആ വചനം എന്താന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് ഡേ എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ തേർഡ് ഡേ എന്ന് പറഞ്ഞത് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള തേർഡ് ഡേ ആണ്, അല്ലാതെ ബാപ്റ്റിസം കഴിഞ്ഞിട്ടുള്ള തേർഡ് ഡേ അല്ല. ബാപ്റ്റിസം കഴിഞ്ഞ ഉടനെ തന്നെ പോയിരിക്കുന്നത് മരുഭൂമിയിലാണ്. അവിടെ 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തേർഡ് ഡേ വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ല. അതിന് 199, Matthew 4:5-8, the devil took Jesus to the pinnacle of the temple, then to the mountain top. Luke 4:5-9, first to the mountain top, then to the pinnacle of the temple. The answer എഴുതിയേക്കുന്നു. Luke or Matthew do not say the order of the events. All events are connected by and. So the order in writing cannot be considered as a contradiction. In the Bible there are so many instances like this. അപ്പോൾ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. 3 ഇൻസിഡന്റും എഴുതിയിട്ടുണ്ട് പരീക്ഷണത്തിന്റെ. അപ്പൊ അത് ഒരെണ്ണം മുമ്പ് ഒരെണ്ണം ശേഷം എഴുതി എന്ന് പറഞ്ഞത് ഒരു തെറ്റൊന്നുമല്ല. അത് ആൻഡ് വെച്ച് കണക്ട് ചെയ്ത്. അപ്പൊ അത് ഇന്നതാണ് അതിന്റെ ഓർഡർ ഒന്നും അവിടെ പറയുന്നില്ല. അതെല്ലാം സംഭവിച്ചു. ചില എഴുതിയപ്പോ ആദ്യം എഴുതിയത് അവസാനമായി പോയി, അവസാനം എഴുതിയത് ആദ്യമായി പോയി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടൊരു കൺഫ്യൂഷനോ അവിടെ ഒരു കോൺട്രഡിക്ഷനോ ഒന്നും തന്നെ ഇല്ല. വചനങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 200, മാത്യു 4:18-20, മാർക്ക് 1:16-18, വൺ സ്റ്റോറി അബൌട്ട് ചൂസിങ് പീറ്റർ എസ് ഡിസൈപ്പിൾ. ലൂക്ക് 5:2-11, എ ഡിഫറെന്റ് സ്റ്റോറി. ജോൺ 1:35-42, സ്റ്റിൽ അനദർ സ്റ്റോറി. ഇതെല്ലാം പല കഥകൾ പറയുന്നു പത്രോസിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്താണ് വന്നതെന്ന് നമുക്ക് നോക്കാം. മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്, ഈ 3 പേരും ആർ ഡിസ്ക്രൈബിംഗ് ദ സ്റ്റോറി, എക്സെപ്റ്റ് ലൂക്ക് ഈസ് മിസ്സിംഗ് സം ഇൻഫർമേഷൻ. ബട്ട് ജോൺ സേസ് എ ഡിഫറെന്റ് സ്റ്റോറി റിഗാർഡിംഗ് പീറ്റേഴ്സ് മീറ്റിംഗ് വിത്ത് ജീസസ്. ഇറ്റ് ക്യാൻ ബി presumed that even though Peter was brought to Jesus by his brother Andrew for the first time, Peter did not follow Jesus at that time. But after this incident, when Jesus passed near by the seashore where Peter and Andrew were fishing, Jesus called them again. From that time, Peter followed Jesus. ആദ്യത്തെ തവണ പത്രോസിനെ ആൻഡ്രൂ യേശുക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് പത്രോസ് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തില്ല. പിന്നീട് അവിടെ കടൽക്കരയ്ക്കൂടെ യേശുക്രിസ്തു നടന്നു പോകുമ്പോൾ രണ്ടാമതും പീറ്ററിനെ വിളിക്കുകയും ചെയ്തത്. അതോടുകൂടി പിന്നെ ഒട്ടും വിട്ടുമാറാതെ പത്രോസ് യേശുക്രിസ്തുവിനെ പിൻപറ്റി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. സെക്കൻഡ് ടൈം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജീസസ് അവിടെ നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ആദ്യം അങ്ങനെയല്ല ഉണ്ടായത്. ഈ ആൻഡ്രൂവിന് യേശുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആൻഡ്രൂ ബ്രദർ ആയതുകൊണ്ട് പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ആ സമയത്ത് ഫോളോ ചെയ്തില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുക.